ഭാരതീയർക്കുള്ള കൈലാസ് മാനസ് സരോവർ യാത്ര പുനരാരംഭിക്കും. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ് യിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. 2020 മുതൽ യാത്ര നിർത്തിവച്ചിരുന്നു. ഡൽഹിയിൽ നിന്ന് ബീജിംഗിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനും തത്വത്തിൽ തീരുമാനമായി. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, ഭാരതീയർക്കുള്ള കൈലാസ് മാനസ് സരോവർ യാത്ര പുനരാരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുള്ള ചർച്ചകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് ബീജിംഗിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുന്നതിനുള്ള തീരുമാനമായി എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. വിവരങ്ങൾ. രോഹിണി, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നയതന്ത്ര നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 2020 മുതൽ നിർത്തിവെച്ചിരുന്ന കൈലാസ് മാനസരോവർ യാത്രയ്ക്കാണ് ഇപ്പോൾ ചൈന അനുമതി നൽകിയിരിക്കുന്നത്. 25-26, അതായത് കഴിഞ്ഞ 2 ദിവസമായി ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹം ചൈനയുടെ ക്ഷണപ്രകാരം ബീജിംഗിലുണ്ടായിരുന്നു. അവിടെ ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് 2020 മുതൽ ഈ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് പോകാൻ അനുമതിയില്ലായിരുന്നു, വിസ നൽകുന്നില്ലായിരുന്നു. ടിബറ്റൻ മേഖലയിലാണെങ്കിൽ കൂടിയും അത് ചൈനയുടെ കൈവശം നിൽക്കുന്ന പ്രദേശമാണ്. സ്വാഭാവികമായും ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് 2020 മുതൽ ഈ കൈലാസ മാനസരോവർ യാത്രയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. അതാണിപ്പോൾ പുനരാരംഭിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അതായത് 2020 ഈ ലഡാക്കിലെ LACയിൽ അവിടെ ചൈനീസ് ഭടന്മാരുമായി അല്ലെങ്കിൽ ചൈന കൂടുതൽ കടന്നുകയറ്റം നടത്തുന്നു എന്നുള്ള ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ചൈനീസ് സൈനികരും ഭാരതത്തിൻ്റെ സൈന്യവുമായി തമ്മിൽ ചില വാക്കേറ്റങ്ങളും ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഉണ്ടായി. ഇതേ തുടർന്ന് അവിടുത്തെ പട്രോളിംഗ് പോലും ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കഴിഞ്ഞ മാസമാണ് ഇതുമായി ബന്ധപ്പെട്ട പട്രോളിംഗ് പുനരാരംഭിച്ചത്. അതും ചൈനയുമായി നടത്തിയ ഇത്തരം ചർച്ചകളുടെ ഒരു അടുത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു പട്രോളിംഗ് അടക്കം പുനരാരംഭിക്കാൻ സാധിച്ചത്. വീണ്ടും ഈ ഭാരതവും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നു എന്നതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കൈലാസ മാനസരോവർ യാത്രയ്ക്ക് ചൈന അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഡൽഹിയിൽ നിന്നും ബീജിംഗിലേക്കും തിരിച്ച് ബീജിംഗിൽ നിന്നും ഡൽഹിയിലേക്കും നേരത്തെ ഡയറക്റ്റ് വിമാന സർവീസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡയറക്റ്റ് വിമാന സർവീസ്, നേരിട്ടുള്ള വിമാന സർവീസ് നടത്തുവാൻ വേണ്ടിയുള്ള തീരുമാനവുമായിരിക്കുന്നു. ഈ ഒരു വേനൽക്കാലമാകുന്നതോടുകൂടി ഈ കൈലാസ മാനസരോവർ യാത്ര ആരംഭിക്കും. ആ സമയമാകുമ്പോഴത്തേക്കും യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക്, തീർത്ഥാടകർക്ക് അതിനുള്ള അവസരം നൽകുമെന്നുള്ളതാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ നയതന്ത്ര വിജയം തന്നെയാണ് ഭാരതം കൈവരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഏറെ നാളായി ചൈനയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ഭാരതം എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ആ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വലിയ നേട്ടത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. രോഹിണി. ശരി, നന്ദൻ.